മീനൂസ് ഗാർഡനിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വിവിധ തരം ഫ്ലവറിംഗ് പ്ലാന്റ്സുകളുമായിട്ടാണ് വന്നിട്ടുള്ളത്. ആദ്യം നമുക്ക് ഹൈബ്രിഡ് വെറൈറ്റി വരുന്ന എക്സോറ പ്ലാന്റ് നോക്കാം. 4 കളേഴ്സാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. റെഡ്, പിങ്ക്, യെല്ലോ, വൈറ്റ്. വൈറ്റ് പ്ലാന്റ് കുറച്ച് കുറവാണ്. ഒരു പോട്ടിൽ 2ൽ കൂടുതൽ പ്ലാന്റ്സ് ആണ് വന്നിട്ടുള്ളത്. റെഡ്, യെല്ലോ, പിങ്ക് 3 കളറും ഒരുമിച്ച് വരുന്ന പോട്ടുകളും ഉണ്ട്. അത് വളരെ കുറവ് പ്ലാന്റ്സുകളെ നമ്മുടെ കയ്യിലുള്ളൂ. അതുകൊണ്ട് തന്നെ ആദ്യം ബുക്ക് ചെയ്യുന്നവർക്കായിരിക്കും അതുപോലെ 3 കളർ മിക്സ് ചെയ്തിട്ടും 2 കളർ മിക്സ് ചെയ്തിട്ടും കിട്ടുന്നത്. അല്ലാതെ വരുന്നതൊക്കെ ഒരു പോട്ടിൽ ഒരൊറ്റ കളറേ വരുന്നുള്ളൂ. റേറ്റ് വരുന്നത് 200 രൂപയാണ് കേട്ടോ. പിന്നെ ഈ പ്ലാന്റ്സിന്റെ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൂക്കൾ കഴിഞ്ഞതിന് ശേഷം ഒരു ലീഫ് തൊട്ട് താഴെ കട്ട് ചെയ്ത് കൊടുക്കണം. റീപോർട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു 1 വീക്ക് കഴിഞ്ഞതിന് ശേഷം DAP ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ജമന്തി നോക്കാം. 8 കളറാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. 8 കളർ കോംബോ ആയിട്ട് എടുക്കുന്നവർക്ക് 600 രൂപയാണ് വരുന്നത്. അല്ലാതെ സിംഗിൾ പോട്ടായിട്ട് എടുക്കുന്നവർക്ക് വരുന്നത് 90 രൂപയാണ് കേട്ടോ ഒരു പ്ലാന്റിന് വില വരുന്നത്. ഈ പ്ലാന്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പോട്ടിംഗ് മിക്സിനകത്ത് മണൽ കുറച്ച് കൂടുതൽ കൊടുക്കണം. മണൽ, ചകിരിച്ചോറ്, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക് ഇങ്ങനെ മിക്സ് ചെയ്തിട്ടാണ് ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് പ്ലാന്റ്സ് പിടിക്കും. പിന്നെ പൂക്കൾ വന്നതിന് ശേഷം കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ DAP ഇട്ട് കൊടുക്കുക ഒരു മാസത്തിലൊരിക്കൽ. എന്നാൽ നന്നായിട്ട് ഫ്ലവർ ചെയ്യൂ കേട്ടോ. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്നിടത്ത് വെക്കരുത്. ഒരു ഷെയ്ഡിലായിരിക്കണം എപ്പോഴും പ്ലാന്റ്സ് വെക്കേണ്ടത്. പിന്നെ രാവിലത്തെ വെയിലായിരിക്കും എല്ലാ ഫ്ലവറിങ് പ്ലാന്റ്സിനും നല്ലത്. ഉച്ച കഴിഞ്ഞിട്ടുള്ള വെയിലാണെങ്കിൽ എല്ലാ പ്ലാന്റ്സും ഫ്ലവറിങ് പ്ലാന്റ്സുകൾ ഒട്ടുമിക്കതും ബേണായി പോവാൻ സാധ്യത ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് ആന്തോറിയം പ്ലാന്റ്സ് നോക്കാം. 8 കളേഴ്സാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു പ്ലാന്റിന് വില വരുന്നത് 230 രൂപയാണ്. 8 കളർ കോംബോ ആയിട്ട് എടുക്കുന്നവർക്ക് വില വരുന്നത് 1700 രൂപയാണ് കേട്ടോ. ഹൈബ്രിഡ് പ്ലാന്റ്സ് ആയതുകൊണ്ട് തന്നെ നിറയെ പൂക്കൾ ഉണ്ടാവാനും നിറയെ തൈകൾ ഉണ്ടാവാനും സാധിക്കും. ശ്രദ്ധിക്കേണ്ട കാര്യം, ഡയറക്റ്റ് സൺലൈറ്റിൽ ഒരിക്കലും പ്ലാന്റ്സ് കൊണ്ട് വെക്കരുത്. ഷെയ്ഡിൽ മാത്രം പ്ലാന്റ്സ് വെക്കുക. പോട്ടിംഗ് മിക്സിൽ ചാർക്കോൾ കൂടുതൽ, കൊക്കോ ചിപ്സും നന്നായിട്ട് ആഡ് ചെയ്യുക. റൂട്ടിനൊക്കെ നന്നായിട്ട് എയർ സർക്കുലേഷൻ ഉണ്ടാവും, നിറയെ തൈകൾ ഉണ്ടാവാൻ സാധിക്കും. പിന്നെ ഫ്ലവറിങ്ങിന് 19-19 ആഴ്ചയിലൊരിക്കൽ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് ഫ്ലവർ ചെയ്യും. അടുത്തത് ലോറോ പ്ലാന്റ് ആണ്. 2 സൈസിലുള്ള പ്ലാന്റ് ആണ് വരുന്നത്. കവറിലുള്ള പ്ലാന്റ്സിന് 80 രൂപയും പോട്ടിലുള്ള പ്ലാന്റ്സിന് 160 രൂപയാണ് വില വരുന്നത്. പോട്ടിൽ വരുന്ന പ്ലാന്റ്സിന് ചെറിയ മുട്ടകളോട് കൂടിയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ. അടുത്തത് ഹെലിക്കോണിയ പ്ലാന്റ് ആണ്. ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് 120 രൂപയാണ്. 10 പ്ലാന്റ്സിൽ കൂടുതൽ എടുക്കുന്നവർക്ക് ഒരു പ്ലാന്റിന് 100 രൂപ വരുന്നുള്ളൂ. അടുത്ത പ്ലാന്റ് വരുന്നത് മരമുല്ലയാണ്. വലിയൊരു പ്ലാന്റ് ആണ്. മുട്ടുകളോട് കൂടിയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ. ചിലതിലൊക്കെ മുട്ടുകളുണ്ട്. പിന്നെ റേറ്റ് വരുന്നത് 200 രൂപയാണ് കേട്ടോ. അടുത്തത് കന്നാവാഴയാണ്. 3 കളേഴ്സാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത്. റേറ്റ് വരുന്നത് 130 രൂപയാണ് കേട്ടോ. അടുത്ത പ്ലാന്റ്സ് ടുഡേ, ടുമാറോ അല്ലെങ്കിൽ സൺഡേ, മൺഡേ എന്നൊക്കെ പറയുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ. ഹൈബ്രിഡ് വെറൈറ്റി വരുന്ന പ്ലാന്റ്സ് ആണ്. അത്യാവശ്യം വലിയൊരു പ്ലാന്റ് തന്നെയാണ്. റേറ്റ് വരുന്നത് 120 രൂപയാണ് കേട്ടോ. ഇതിൻ്റെ തന്നെ നാടൻ വെറൈറ്റിയും വരുന്നുണ്ട്. നാടൻ വെറൈറ്റി ആകുമ്പോൾ സീസണിൽ മാത്രമായിരിക്കും ഫ്ലവർ ചെയ്യുക. ഹൈബ്രിഡ് ആകുമ്പോൾ എപ്പോഴും ഫ്ലവർ ചെയ്യും കേട്ടോ. ഹൈബ്രിഡ് പ്ലാന്റ്സും നാടൻ പ്ലാന്റ്സും ലീഫ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും കേട്ടോ. ഹൈബ്രിഡ് പ്ലാന്റ്സിൻ്റെ ലീഫ് കുറച്ച് കട്ടി ഉണ്ടാവും കേട്ടോ. അതേസമയം നമ്മുടെ നാടൻ പ്ലാന്റ്സിൻ്റെ ലീഫിന് അത്രയും കട്ടി ഉണ്ടാവില്ല. ലീഫ് കുറച്ച് നീളം ഉണ്ടാവും. അങ്ങനെയാണ് 2 പ്ലാന്റ്സിൻ്റെ വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റുക കേട്ടോ. അടുത്ത പ്ലാന്റ്സ് റോസ് ആണ്. 2 സൈസിലുള്ള പ്ലാന്റ്സ് ആണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ചെറിയ കവറിലെ ചെറിയ പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് 50 രൂപയും വലിയ കവറിലുള്ള വലിയ പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് 170 രൂപയാണ് കേട്ടോ. അതിനകത്ത് ഏകദേശം കുറച്ച് കളേഴ്സാണ് ഇപ്പോൾ നമ്മൾ എടുത്തു വച്ചിട്ടുള്ളത്.
അടുത്തത് ഹൈബ്രിഡ് വെറൈറ്റിയിൽ വരുന്ന മധുമതി പ്ലാന്റ് ആണ് കേട്ടോ. നല്ല ഹെൽത്തി ബുഷി ആയിട്ടുള്ളൊരു പ്ലാന്റ് തന്നെയാണ്, വലിയ പ്ലാന്റ് തന്നെയാണ് കേട്ടോ. മുട്ടുകളൊക്കെ ഉണ്ടാവാനായിട്ടുള്ള പ്ലാന്റ്സ് ആണ്. പൂക്കൾ ഉണ്ടായിരുന്നു, കൊഴിഞ്ഞു പോയതാണ് കേട്ടോ. പിന്നെ റേറ്റ് വരുന്നത് 160 രൂപയാണേ. അടുത്ത പ്ലാന്റ് ഹോയ പ്ലാന്റ് ആണ്. അത്യാവശ്യം വലിയ ഹെൽത്തി പ്ലാന്റ് തന്നെയാണ്. റേറ്റ് വരുന്നത് 130 രൂപയാണ്. പിങ്ക് കളറാണ് കേട്ടോ ഫ്ലവർ വരുന്നത്. അടുത്ത് വരുന്നത് ജറബറ പ്ലാന്റ്സ് ആണ് കേട്ടോ. 4 കളേഴ്സാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. കോംബോ ആയിട്ട് 330 രൂപയ്ക്കായിരുന്നു 4 കളർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. യെല്ലോ, വൈറ്റ്, പിങ്ക്, റെഡ്. ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് 100 രൂപയായിരുന്നു. ഇപ്പോൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് വളരെ കുറവാണ്. അതുകൊണ്ട് ഇപ്പോൾ റേറ്റ് കൊടുക്കുന്നത് 90 രൂപയ്ക്കാണ് കേട്ടോ ഒരു പ്ലാന്റ് കൊടുക്കുന്നത്. കോംബോ ആയിട്ട് കൊടുക്കാനുള്ള പ്ലാന്റ്സ് ഇപ്പോഴില്ല കേട്ടോ. അടുത്തത് ഹൈബ്രിഡ് ചെമ്പരത്തിയാണ് കേട്ടോ. എപ്പോഴും പൂക്കളുണ്ടാവും, വലിയ പൂവായിരിക്കും കേട്ടോ. പിന്നെ റേറ്റ് വരുന്നത് 120 രൂപ. പ്ലാൻസ് വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. കോൾ അലൗഡ് അല്ല കേട്ടോ. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലായിരിക്കും പ്ലാൻസ് അയച്ചു കൊടുക്കുന്നത്. DTDC കൊറിയർ വഴി അയച്ചു കൊടുക്കാറുണ്ട്, പോസ്റ്റ് വഴി പ്ലാൻസ് അയച്ചു കൊടുക്കാറുണ്ട് കേട്ടോ.